ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 ഇയർ ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇങ്ങനത്തെ ഒരു കസ്റ്റമർ, പാലക്കാടുള്ള ഈ കസ്റ്റമർ നമുക്ക് 2 ഡ്രസ്സാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മിക്സഡ് കളർ ആയിട്ടുള്ള ഒരു ഫ്രോക്കും പിന്നെ ഒരു ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട് അടിയിൽ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു മെറൂൺ ഫ്രോക്ക്, അങ്ങനെ 2 ഉടുപ്പാണ് അവർ തന്നേക്കണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് അവർ കഴിഞ്ഞ മാസം ഫസ്റ്റിലായിട്ട് ഓർഡർ കൺഫേം ചെയ്തായിരുന്നേ. പക്ഷെ നമുക്ക് ഒന്നാമത്തെ തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്യണത്, അപ്പോൾ അത് കാരണം ഒരു ഹെൽപ്പിന് ആളില്ലാത്തതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ പുതിയ ഷോപ്പായിട്ട് ഞാൻ മാറിയപ്പോൾ ആൾക്ക് വരാൻ പറ്റണില്ല, ലോങ് ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി തിരക്കുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആ ഒരു നല്ല ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണതിൻ്റെ ആ തിരക്കും, പിന്നെ അതിനിടയ്ക്ക് നമുക്ക് കറണ്ടിൻ്റെ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകണ കാരണം കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, പെരുന്നാളായിരുന്നു. പെരുന്നാളിന് ഒരു ദിവസം വീട്ടിൽ പോയി. അപ്പോൾ അതൊക്കെ കൂടിയായപ്പോൾ 7-ാം തീയതി അയക്കാമെന്ന് പറഞ്ഞിട്ട് എന്നത് 8-ാം തീയതിക്ക് ആക്കി, ചൊവ്വാഴ്ചയ്ക്ക് ആക്കി. ചൊവ്വാഴ്ച അയക്കാൻ പറ്റിയില്ല. അങ്ങനെ ആളിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വെള്ളിയാഴ്ച ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട്, അതിന് മുന്നേ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബസ്സിൽ അയക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിത് ബസ്സിൽ അയച്ചിട്ടുള്ളൊരു വർക്കാണ്. അത്യാവശ്യം നല്ലൊരു കസ്റ്റമറായിരുന്നു, നല്ല രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തത് ആൾ. കാരണം വേറെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും ടൈം തന്നിട്ടും നമുക്ക് പറ്റിയില്ല, ഇച്ചിരി ഡിലേ ആവുമെന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും നോർമൽ ആൾക്കാർ. പക്ഷെ ആളൊന്നും പറഞ്ഞില്ല, സാരില്ല, കുഴപ്പമില്ല, ബസ്സിൽ അയക്കാൻ ബുദ്ധിമുട്ടാണ്, DTDC അയച്ചാൽ മതി, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി, മഴയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളും തിരിച്ചും അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ നമുക്ക് മഴയും വെയിലും നല്ല പ്രശ്നം, അവർ പറഞ്ഞ ഡേറ്റിന് അവർക്ക് സാധനം അവരുടെ കയ്യിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ 3 പിടിയാണ് വരുന്നത്, കൊടുങ്ങല്ലൂർ ഭാഗത്ത്. ഇവിടുന്ന് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിൽ നിന്നാണ് പാലക്കാട് ബസ്സിൽ അയച്ചത്. പക്ഷേ അവർക്ക് കറക്റ്റ് ടൈമിന് തന്നെ ഡ്രസ്സൊക്കെ കിട്ടി. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കറക്റ്റ് അവർ പറഞ്ഞ 6:15 വടക്കഞ്ചേരിയിൽ ചെറുപുഷ്പ സ്കൂളിൻ്റെ അവിടെ എത്തുമെന്ന് പറഞ്ഞു. കറക്റ്റ് അതേ ടൈമിൽ തന്നെ ആ ഡ്രസ്സ് അവിടെ കിട്ടി. അവർ ഹാപ്പി ആയിരുന്നു. അത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പിയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഏത് മോഡലും, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുട്ടികളുടെ ഡ്രസ്സിൽ ഏത് മോഡൽ വേണമെങ്കിലും പാർട്ടി വെയർ ആയിട്ട് നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യണത്. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ള 2 ഡ്രസ്സുകൾ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.